ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്തേ. ഇന്ന് ശ്രീകൃഷ്ണ ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. ആ ഭഗവാൻ ദ്വാപരയുഗത്തിൽ ഈ ഭൂമിയിൽ വന്ന് അവതരിച്ച ആ ദിവസം, ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് നമ്മൾ ആഘോഷിക്കണ ആ വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഭഗവാൻ ഓരോ വർഷവും ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയുടെ സമയത്ത് അവതരിക്കട്ടെ. അങ്ങനെ ആ അവതരിക്കുന്ന സമയത്ത് ആ ഭഗവാന്റെ ആ സാന്നിധ്യം സദാ നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ഭഗവാന്റെ ആ ബാലസ്വരൂപം, ബാലലീലകൾ എല്ലാം നമ്മുടെ മനസ്സിൽ എന്നും വിളങ്ങട്ടെ. ഏത് ഒരു പരിസ്ഥിതിയിലായാലും ആ ഭഗവാന്റെ ആ വെണ്ണക്കുടം കയ്യിലും പിടിച്ചും കൊണ്ട് അതിൽ നിന്ന് ആ വെണ്ണ ഇങ്ങനെ നക്കി കഴിച്ചും കൊണ്ടുള്ള ആ ഒരു ഭാവം ഉണ്ടല്ലോ. തലയിൽ ആ പീലി ചൂടിയിട്ടുണ്ട്, അരയിൽ നമുക്കറിയാം ഓടക്കുഴൽ തിരുകിയിട്ടുണ്ട്, പീതാംബരപ്പട്ട് കൊടുത്തിട്ട് ആ ഒരു കള്ള നോട്ടം നോക്കിയും കൊണ്ട് നമ്മുടെ നേർക്ക് ഇങ്ങനെ ആ ഒരു കള്ളച്ചിരിയോടുകൂടി നോക്കണ ആ ഭാവം ഉണ്ടല്ലോ. ആ ഭാവം ചിന്തിക്കുമ്പോൾ ജീവിതത്തിലെ എന്ത് അവസ്ഥയായാലും ശരി, എന്ത് സാഹചര്യമായാലും ശരി, ആ ഭഗവാന്റെ ആ രൂപം ഒന്ന് മനസ്സിലേക്ക് ചിന്തിക്കുമ്പോഴേക്കും എല്ലാം അതിനു മുമ്പിൽ അങ്ങോട്ട് അലിഞ്ഞില്ലാണ്ട് ആവണ പോലെ ഉള്ള ഒരു ഭാവം, അതാണ് ആ ശ്രീകൃഷ്ണ സ്വരൂപത്തിൻ്റെ തന്നെ പ്രത്യേകത എന്ന് തോന്നുന്നു. കാരണം വേറെ ഏത് ഈശ്വര സ്വരൂപത്തിൽ ചിന്തിക്കുമ്പോഴും നമ്മൾക്കൊരു മഹാത്മ്യവും ഭക്തിയും ബഹുമാനവും ഭയവും ഒക്കെയാണ് മനസ്സിലേക്ക് വരിക വെച്ചാൽ, ഈ ഒരു സ്വരൂപം ചിന്തിക്കുമ്പോൾ വാത്സല്യം മാത്രമല്ലേ നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. എന്തൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാലും ശരി, അതിനെയൊക്കെ ആ ഒരു ഭാഗത്തേക്ക് നിർത്തിയും കൊണ്ട് ആ ഭഗവാനെ മാത്രം ഉള്ളിലേക്ക് നിറയ്ക്കാൻ പാകത്തിനുള്ള ഒരു സ്വരൂപമാണിത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ സ്വരൂപം എന്നും നമ്മുടെ മനസ്സിൽ കളിയാടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, വളരെ മഹാത്മ്യം ഉണ്ടായിരുന്ന, പ്രസിദ്ധനായിട്ടുണ്ടായിരുന്ന ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിരുന്നു ഓട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ പല കൃതികളുണ്ട് ഭഗവാനെക്കുറിച്ച്. ഭാഷയിൽ, മലയാള ഭാഷയിൽ പല കൃതികളുമുണ്ട്. അതിൽ യശോദ ശിശു എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. കുറച്ച് ശ്ലോകങ്ങളുടെ സമുച്ചയമാണ്. ആ ഭഗവാന്റെ ആ ബാലലീലകൾ, അല്ലെങ്കിൽ ആ യശോദയും ഭഗവാനും തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് എടുത്തു കാണിക്കണം. യശോദയുടെ മുൻപിൽ കുറുമ്പ് കാണിച്ചും കൊണ്ട്, കളിച്ചും കൊണ്ട്, ആ യശോദയെ അത്രയ്ക്കധികം ആനന്ദിപ്പിച്ചും കൊണ്ട്, നമ്മൾ പറയാറുണ്ടല്ലേ, യശോദാദേവിയെ പോലെ ഭാഗ്യം ചെയ്തതായിട്ട് ഈ ലോകത്ത് ഒരു ഭക്തനും ഇല്ല, ഒരു ഭക്തിയില്ല. കാരണം ഭഗവാന്റെ ബാലലീലകളെല്ലാം ആസ്വദിക്കാൻ സാധിച്ച ഈ പറയുന്ന ഈ സ്വരൂപം, നമ്മളിപ്പോൾ മനസ്സിലേക്ക് ചിന്തിച്ച ആ സ്വരൂപം എന്നും കണ്ട് ആ ഭഗവാനെ വർഷങ്ങളോളം ആ അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്ന് വാത്സല്യിക്കാനും സ്നേഹിക്കാനും സാധിച്ച ആ പുണ്യവതിയാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ള യശോദാദേവിക്ക് കിട്ടിയ ആ ഭാഗ്യം, ദേവിയുടെ കൂടെ ഭഗവാൻ കളിച്ചിരുന്ന ആ ഓരോ കളികൾ, ലീലകൾ, ഭഗവാന്റെ കുറുമ്പുകൾ, കുസൃതികൾ, അതിനെയൊക്കെ ആ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ ഒട്ടൂർ ഉണ്ണി നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ള ഒരു ശ്ലോക സമുച്ചയമാണ് യശോദ ശിശു എന്ന് പറയുന്ന കാവ്യം. ആ കാവ്യം ഇവിടെ ചൊല്ലി സമർപ്പിക്കുകയാണ്. വളരെ ലളിതമായിട്ടുള്ള ഭാഷയിലാണ് അത് വിസ്തരിച്ച് അതിൻ്റെ അർത്ഥം പറയേണ്ടതെന്ന് യാതൊരു കാര്യമില്ല. അത് ശ്രദ്ധിച്ച് നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ചൊല്ലണ സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ കഥകൾ ഇങ്ങനെ കാണാൻ സാധിക്കുക. അത്രയും ലളിതമായിട്ടുള്ള ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആ ശ്ലോകങ്ങൾ ഭഗവാനെ ആ മനസ്സിൽ കാണാൻ പാകത്തിന്, ഈ ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലണ സമയത്ത് അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ, ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഭഗവാനെ മനസ്സിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും മഹാത്മ്യമുള്ള ആ ശ്ലോകങ്ങൾ ഭഗവാന്റെ കാൽക്കൽ ഇന്നത്തെ ഈ പുണ്യ ദിവസം സമർപ്പിക്കുകയാണ്. എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കും. നെറ്റിത്തടം തന്നിൽ വിയർപ്പിലൊട്ടി പറ്റുന്ന പീലിക്കുഴൽ മെല്ലെ മാറ്റി, കറ്റക്കിടാവിൻ്റെ വലച്ചിലെല്ലാം മാറ്റുന്ന ഗോപീമണിയെ തൊഴുന്നേൻ. കറ്റക്കിടാവാം കടലൊത്ത വർണ്ണൻ മുറ്റത്തു വെയിലത്തു കളിച്ചിടുമ്പോൾ, നെറ്റിക്കു പറ്റുന്ന വിയർപ്പു വീശി വറ്റിച്ചു വാത്സല്യമെഴും യശോദ. കിടാവിനെ തന്മടിയിൽ കിടത്തി പിടിച്ചുകൂട്ടി ദിവസേന രാത്രി, സരാഗമോരോ കഥയും പറഞ്ഞു കൊടുത്തുറക്കുന്നു യശോദ ഭാഗ്യം. ഉടുപ്പഴിക്കും മുതുകത്തു കേറും ഉടച്ചിടും പാൽക്കലമെന്നു വേണ്ട, ഓട്ടിൻ പുറത്തോടുമിടയ്ക്കു ചാടും ഇക്കൃഷ്ണനെ കൊണ്ടു കുഴങ്ങിയല്ലോ.
പുത്രൻ്റെ ഓരോ വികൃതിത്തരങ്ങൾ കേൾക്കുന്ന നേരത്തുളവായ കോപം കണ്ണൻ ചിരിച്ചങ്ങു വരുന്ന കണ്ടാൽ എല്ലാം മറക്കുന്നു യശോദ വേഗം. യശോദ എന്നുള്ള മിനുത്ത പേരിൽ കൊഴുത്ത മെയ് പൂണ്ടൊരു വിഷ്ണുഭക്തി കറുത്തൊരുണ്ണിക്കു കളിക്കുവാനായി കൊടുത്തുപോൽ പാരിടമുള്ളതെല്ലാം. ഇടയ്ക്കു തൂനെറ്റി, ഇടയ്ക്കു തൃക്കാൽ, ഇടയ്ക്കു മാറിങ്ങനെ മാറി മാറി യശോദ പൊന്നുണ്ണിയെ ആർത്തിയോടെ തലോടി പുണ്യം പെരുകുന്ന കയ്യാൽ. വനത്തിൽ നിന്നോടി വരും മകന്റെ വിയർപ്പണി പൂങ്കവിളിൽ സരാഗം ഒരുമ്മ വെച്ചിട്ടു സമാധിയെങ്കൽ മറിഞ്ഞു വീഴുന്നു യശോദ ഭാഗ്യം. നേത്രേന്ദ്രിയം കൊണ്ടമൃതാസ്വദിക്കാം, ചർമ്മേന്ദ്രിയം കൊണ്ടറിയാം സുഗന്ധം എന്നാ യശോദയ്ക്കു മനസ്സിലായി കണ്ണന്റെ മെയ് കണ്ടു പുണർന്ന നേരം. കലത്തിൽ നീന്തുന്നൊരു വെണ്ണ കിട്ടാൻ യശോദയായി കലഹിച്ചു കൃഷ്ണൻ. പയോധിയിൽ പൊന്തിയൊരമ്പിളിക്കായി വലാഹകം രാത്രിയൊടെന്ന പോലെ. കറന്ന പാൽ ഗോക്കളിൽ നിന്നെടുക്കും യശോദയെ പുൽകിയൊരുണ്ണി മിന്നി. നിലാവിനെ ജ്യോത്സ്നയിൽ നിന്നു മൂറ്റുമസന്ധ്യയിൽ തങ്ങിയ കാറുപോലെ. യശോദയാൾ പൈക്കറവിന്നിരുന്നാൽ കിടാവുടൻ വന്നു പുറത്തു പറ്റും. അഹർമുഖം പൊയ്ക വിടർത്തുവാനായി തുടങ്ങിടുമ്പോൾ ചെറുവണ്ടുപോലെ. മിഠായി നിർമ്മിപ്പതു ദൂരെ നിന്നു മണത്തറിഞ്ഞങ്ങുരമാമണാളൻ. അണഞ്ഞു പൊന്നിൻ തളയിട്ട കാൽ കൊണ്ടണിഞ്ഞു മാർഗങ്ങൾ മഹാനസത്തിൽ. തിന്നാൻ കൊതിച്ചെന്നെ വിളിച്ചതെന്തിനാണെന്നു ചോദിച്ചു മഹാനസത്തിൽ ചെന്നപ്പോൾ. ഞാൻ നിന്നെ വിളിച്ചതില്ലെന്ന ഗോപി ചൊൽകെ ഭഗവാൻ കരഞ്ഞു. കാൺമീലയോ ഗോപിക തൻ മനോജ്ഞ പൊന്മേനിയിൽ കൺമിഴി പാതി മാത്രമുന്മീലനം ചെയ്തു കിടന്നുറങ്ങും ചിന്മാത്രമാമിൻ മുകിൽ വർണ്ണരൂപം. ഇമ്മട്ടുകാലാട്ടരുതോ മനേ നിൻ അമ്മാമനായുസ്സു കുറഞ്ഞു പോകും എന്നമ്മ തന്നോടു പറഞ്ഞ നേരം എന്തോ നിനച്ചൊന്നു ചിരിച്ചു കണ്ണൻ. കറുത്ത കാറുന്നുയരുന്ന കണ്ടു യശോദ എന്തോ കരളിങ്കലോർത്തു. ഉടൻ മുലപ്പാലു ചുരന്നു വീണു നനഞ്ഞു തൻ കഞ്ചുകമീറനായി. മയ്യാർന്നിടും ദേവകി തൻ മനോജ്ഞമല്ലാക്ഷിയുഗ്മം മഴ പെയ്ത മുത്താൽ നിർമ്മിച്ചൊരീ നിർമ്മല നീലമെയ്യിൽ നിത്യസ്മിതം കാൺമതിനെന്തു ബന്ധം. പാലാഴിയാകും പ്രണയാംബുരാശി ആലോടനം ചെയ്കെ അതിങ്കൽ നിന്നും ഉദ്ഭൂതമായോരമൃതം നിറച്ച തങ്കക്കുടം ദേവകി നിന്റെ തങ്കം. നീരാട്ടിനായി സൂരജയിങ്കൽ വന്നാൽ തൃക്കൈയൊലപ്പെണ്ണയിൽ മുക്കി വേഗം ഒന്നാമതായി തൻ കുടവഡ്ഡിയിന്മേൽ പൂശിത്തുടങ്ങും ശിശുവെ തൊഴുന്നേൻ. പിന്നാലെ രാമൻ വടിയായടിക്കാൻ വരുന്ന കണ്ടോടി യശോദ തൻ്റെ ഉടുത്ത വസ്ത്രത്തിൽ ഒളിച്ചു രക്ഷപ്പെടുന്ന കൃഷ്ണൻ കുശലം തരട്ടെ. വ്രജത്തിലെല്ലാം ഒരു ലക്ഷ്മിയാകും യശോദ കാലത്തുണരുമ്പൊഴിക്കും അമ്മയ്ക്കു തന്നെ കണി കാട്ടുവാനായി മാറത്തു കേറും മകനെ തൊഴുന്നേൻ. ബന്ധുക്കൾ ചോറൂണിനു കൊണ്ടുവന്ന പണ്ടങ്ങളെല്ലാം അണിയിക്കുവാനായി
സ്ഥലം വപുസ്സിൽ തികയാതെ വന്ന യശോദ തൻ പൊന്മകനെ തൊഴുന്നേൻ. തൃക്കാലിലെ പൊൽത്തളയൂരി വച്ചാൽ താൻ അച്ഛനോളം വലുതാകുമെന്നായി ഉൾക്കാമ്പിലൂർത്തിട്ടതിനമ്മയോടു ശാഠ്യം പിടിക്കും ഭഗവാനു കൂപ്പാം. ഞാൻ അച്ഛനോളം വലുതായി കഴിഞ്ഞാൽ ഏട്ടൻ്റെ പേരേ പറയുള്ളൂ, പിന്നെ ഇങ്ങോട്ടു വായു ബലഭദ്ര എന്നാ എന്നൊച്ച കേട്ടിട്ടു വിറയ്ക്കുമേട്ടൻ. ഈ വിഡ്ഢി എന്നായി ബലഭദ്രർ കേൾക്കെ യശോദ നിന്നോടുര ചെയ്തുവെങ്കിൽ കേഴുന്നൊരെന്നൽപ്പരസക്കുടുക്കേ തൊഴുന്നു ഞാൻ നീലരസക്കുടുക്കേ. അമ്മിഞ്ഞയിമ്പുന്നതു നിന്നു തൃക്കണ്ണൊട്ടൊട്ടടഞ്ഞങ്ങനെ അമ്മ തൻ്റെ കൈത്തണ്ട പറ്റി സുഖമായുറങ്ങും കൈവല്യനാഥൻ കൃപ ചെയ്തിടട്ടെ. പുലർച്ചയിൽ പാൽ കറവിന്നിരിക്കും യശോദയാൾ തൻ മുതുകത്തു പറ്റി വലത്തു കയ്യിൽ ചെറുകിണ്ണമായി പാലിരന്നിടും കണ്ണനെ നണ്ണിടുന്നേൻ. കറന്ന ചൂടോടെയുടന്നറും പാൽ യശോദ പാത്രത്തിൽ നിറച്ചൊഴിക്കെ മുരാരി തൻ മുഗ്ധമുഖത്തു താനേ സ്ഫുരിച്ച പാൽ പുഞ്ചിരി നെഞ്ചിലോർക്കാം. പാൽ കാച്ചുവാനേതു മയച്ചിടാതെ ഗോപാലക സ്ത്രീയുടെ മേനി പറ്റി പൊത്തിപ്പിടിച്ചങ്ങു പുറത്തു കേറും പൊൽത്താരൻ മാതിൻ കണവൻ സഹായം. മഹേശ്വരൻ തൻ തിരുമുൻപിൽ നിന്നു യശോദ മുന്നം മടി കാട്ടിയപ്പോൾ മടിച്ചിടാതീശനവൾക്കെറിഞ്ഞു കൊടുത്തൊരോണപ്പുടവയ്ക്കു കൂപ്പാം. കയ്യും മടക്കിയിട്ടതിനുള്ളിലെന്തെന്നാരോമൽ ചോദിച്ചു യശോദയോടായി. സർവേശ്വരൻ തൻ കരതാരിനുള്ളിലെന്തൊക്കെയെന്നെങ്ങനെ അമ്മ ചൊല്ലും. ബ്രഹ്മാണ്ഡ ഭണ്ഡാരമതിങ്കൽ വയ്ക്കാൻ വിശ്വാസമില്ലാത്തൊരു നീലരത്നം യശോദ തൻ ദുർബലമായ കയ്യിലേൽപ്പിച്ച ദൈവത്തിനു കൂപ്പിടുന്നേൻ. അപ്പം തരാം, വെണ്ണ തരാം, കുറുക്കി പഞ്ചാര ചേർത്തിടിന പാൽ തരാം ഞാൻ. ഇങ്ങോടി വന്നെൻ മടിയൽ കരേറൂ, കാർവർണ്ണ നിൻ പൂവുടലൊന്നു പുൽകാൻ. ഗുരുവായൂരപ്പ ശരണം.